ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് പേരൂർക്കട അമ്പലമുക്കിൽ നടന്ന ഒരു കൊലപാതകം. വിനീത എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഒരു ഞായറാഴ്ച ദിവസം, അധികം ആരും ഇറങ്ങാത്തൊരു ദിവസം, ഉച്ചയ്ക്ക് ഒരു പ്രതി ഒരു കാര്യവുമില്ലാതെ ഒരാളെ കുത്തിക്കൊല്ലുക. അതൊരു നാടിനെ തന്നെ നടുക്കുന്ന സംഭവമായി മാറുക. ഇതെത്തിയത് ഇവിടെ തിരുവനന്തപുരത്താണ്. പേരൂർക്കട അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലായിരുന്നു ഈ സംഭവം. ജീവനക്കാരിയായ നെടുമങ്ങാട് കരിപ്പൂർ ചരുവള്ളിക്കോളം സ്വദേശിയായ വിനീതയെ കൊലപ്പെടുത്തി. ആരാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ളവർക്കൊക്കെ സുപരിചിതനായ വ്യക്തി, കുറച്ച് കടകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തി. എന്തിനാണ് എന്ന് ചോദിച്ചാൽ പിന്നീട് അന്വേഷണം നടന്നു. കന്യാകുമാരി തോവാള വെള്ളമഠം രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രതി. ഉന്നത ബിരുദധാരിയായ പ്രതി ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള പണത്തിനാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിനീതയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് വെള്ളമഠം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ, ഭാര്യ വാസന്തി, 13-കാരിയായ മകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു. ഈ കേസിൽ ജാമ്യത്തിന് കഴിയവെയാണ് പേരൂർക്കടയിൽ ചായക്കടയിൽ ജീവനക്കാരനായി എത്തിയത്. സുബ്ബയ്യനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് സമാന രീതിയിലാണ് പ്രതി വിനീതയും കൊലപ്പെടുത്തിയത്. സ്മനപേടകത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് ഇരയുടെ ശബ്ദം പുറത്ത് വരാതിരിക്കാൻ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടേയുണ്ടായിരുന്നു. പ്രതിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്നതിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഫോറൻസിക് വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം 96 പേർ സാക്ഷികളായിട്ട് കോടതി വിസ്തരിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും എം സലാഹുദ്ദീന്റെ ആവശ്യപ്രകാരമാണ് കോടതി തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. 7ാം അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി പ്രസൂൺ മോഹനാണ് കേസ് പരിഗണിച്ചത്. തുടർ നടപടികളുമായി തന്നെ ഭാഗമായി സാക്ഷിമൊഴികളിലെ നിജസ്ഥിതി കോടതി നേരിട്ട് പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. 2022 ഫെബ്രുവരി 6 പകൽ 11:50 ഈ സംഭവം അരങ്ങേറിയത്. ആ ഒരു സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. റോഡിന്റെ ആ വശങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. കൊറോണ സമയം കൂടി ആയതുകൊണ്ട് തന്നെ ആ ദ്രോഹികളൊക്കെ തന്നെയും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് കട തുറന്ന് ഷോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് കരുതി വിനീത് അവിടെ നിൽക്കുമ്പോഴായിരുന്നു പ്രതിയുടെ അതിക്രമം. അവിടെ ആരുടെയും ശബ്ദം കേൾക്കാതിരിക്കാനായിരുന്നു ആദ്യം ശബ്ദത്തിന് തന്നെ പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം ഇതെല്ലാം ചെയ്തതും സ്വർണം കവർന്നതുമെല്ലാം മനഃപൂർവ്വമായിരുന്നു. എത്ര വിളിച്ചിട്ടും വിളി കേൾക്കാതെ വിനീതയെ തപ്പി ഓണർ എത്തിയപ്പോഴായിരുന്നു ഈ കാഴ്ച കണ്ടത്. ഒരു നാടിനെ തന്നെ ഉച്ചയ്ക്ക് നടുക്കിയ ഒരു സംഭവമായി ഇത് മാറുകയായിരുന്നു. പിന്നീടാണ് CCTV അന്വേഷണത്തിലൂടെ വന്നത്. മാല പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികളെയും പരീക്ഷിച്ചിരുന്നുവെങ്കിലും അവരൊന്നുമല്ലാന്ന് പിന്നീട് തെളിയുകയായിരുന്നു. പിന്നീടാണ് ഈ പ്രതിയുടെ തന്നെ ഡീറ്റെയിൽസ് പുറത്തു വന്നത്. വളരെയേറെ നാളുകളായി തന്നെ പ്രതിയാണെന്നുള്ള പേരിൽ പറയാതെ അവിടെയുള്ള ഒരു ചായക്കടയിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. ആ ചായക്കടയിൽ നിന്നും കിലോമീറ്ററോളം നീളമുണ്ട് ഈ ഒരു കടയിലേക്ക്. അതുകൊണ്ട് തന്നെ ആ കടയിലേക്ക് എത്താൻ തന്നെ ഒരുപാട് ദൂരവും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം നിറഞ്ഞു നിന്നൊരു കേസായിരുന്നു ഇത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിരുന്നു എല്ലാവരും കാത്തിരുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോഴാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. 2 വർഷത്തിന് മുൻപ് ഒരു നാടിനെ നടുക്കിയ സംഭവത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.